ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. കുറുവാ സംഘം അങ്ങനെ കേരളത്തിനെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കുറുവാ സംഘം ആലപ്പുഴ ജില്ലയിൽ മണ്ണാഞ്ചിറയിലും പുന്നപ്രയിലുമൊക്കെ കുറുവാ സംഘത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ആരാണ് ഈ കുറുവാ സംഘം, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ലക്ഷ്യം? കുറുവാ സംഘം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മോഷണ ഗ്രൂപ്പാണ്. മോഷണം നടത്തുന്നവരുടെ ഒരു ഗ്രൂപ്പാണ് കുറുവാ സംഘം എന്ന് പറയുന്നത്. അവരുടെ സംഘത്തിൽ അല്ലെങ്കിൽ അവരുടെ അംഗങ്ങളിൽ സ്ത്രീകളടക്കം ഉൾപ്പെടുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കുറുവാ സംഘം അതായത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്ക് അടുത്തുള്ള തിരുട്ട് ഗ്രാമം, പഴയ തിരുട്ട് ഗ്രാമം, അതായത് രാംനഗർ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ, അതിനെയാണ് തിരുട്ട് ഗ്രാമം എന്ന് പറയുന്നത്. മോഷ്ടാക്കളാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ നിന്നുള്ള അംഗങ്ങളാണ് ഈ കുറുവാ സംഘത്തിൽ ഉൾപ്പെടുന്നത്. പണ്ട് അവരിത് വളരെയധികം ഫേമസ് ആയിരുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട് ഇൻ്റലിജൻസ് ആണ് ഇവർക്ക് കുറുവാ സംഘം എന്ന പേര് നൽകിയത്. അതായത് ആയുധധാരികളായ സംഘം എന്ന രീതിയിലാണ് ഇവർക്ക് കുറുവാ സംഘം എന്ന പേര് തമിഴ്നാട് ഇൻ്റലിജൻസ് ചാർത്തി കൊടുത്തതെന്ന് പറയാം. കുറുവാ സംഘം ഇപ്പോൾ ഇവരുടെ സാന്നിധ്യം ആലപ്പുഴ ജില്ലയിൽ മണ്ണാഞ്ചിറയിലും പുന്നപ്രയിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മാസം ഒരു വീടിനെ നിരീക്ഷിക്കും. അതിനുശേഷം ആ വീട്ടിൽ കയറി മോഷ്ടിക്കും. അതായത് ഇവരുടെ മോഷണം നടത്തുന്നതിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. അതായത് ഇവർ മുഖം മറച്ചുകൊണ്ട് അർത്ഥനഗ്നരായിട്ട് ശരീരത്തിൽ കരിയും എണ്ണയും പുരട്ടിക്കൊണ്ടാണ് ഇവരുടെ മോഷണം എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാക്സിമം പിൻവാതിലൂടെയാണ് ഇവർ അകത്ത് കടക്കുക. അതായത് വീടിന് പുറത്ത് കുട്ടികളുടെയൊക്കെ ശബ്ദമുണ്ടാക്കുക. അതോടൊപ്പം ടാപ്പൊക്കെ തുറന്ന് വിട്ട് വീട്ടുകാരുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷമാണ് ഇവർ വീടുകളിലേക്ക് കയറുക. മോഷണം നടത്താൻ വേണ്ടി ഇവർ കൊലപാതകം വരെ നടത്തുന്ന ആ രീതിയിലുള്ളൊരു സംഘമാണ് ഈ കുറുവാ സംഘം എന്നത്. അതുകൊണ്ടാണ് ഇവരെ അത്യധികം ഭയപ്പെടുന്നത്. രാത്രി കാലങ്ങളിലാണ് ഇവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്, മോഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭീതി, പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക്. ആലപ്പുഴയിൽ ഇവരുടെ സാന്നിധ്യം കണ്ടെത്തിയതോടുകൂടിയാണ് ഈ ഒരു ഭീതി ഉണ്ടായത് എന്ന് പറയാം. കാരണം അർത്ഥനഗ്നരായി കരിയും പുരട്ടി എണ്ണയും പുരട്ടിക്കൊണ്ടാണ്, മാസ്ക് അല്ലെങ്കിൽ മുഖം മറച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു മോഷണം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ തിരുച്ചിക്കടുത്തുള്ള തിരുട്ട് ഗ്രാമമാണ് ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത്. അതോടൊപ്പം കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു താവളമുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം മധുര, കോയമ്പത്തൂർ, തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളെല്ലാം ഇവരുടെ പ്രധാന കേന്ദ്രങ്ങളാണെന്നും പറയുന്നുണ്ട്. അതായത് പകല് ആ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഇവർ കയറാൻ ഉദ്ദേശിക്കുന്ന ആ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ എവിടെയെങ്കിലും ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് രാത്രി കാലങ്ങളിലാണ് വീടുകളിൽ കയറുക. ആ ചുറ്റുപാടിൽ ഇവർ കുറേ നാൾ ഇവിടെ ഉണ്ടാകും. ഏകദേശം ഒരു 6 മാസത്തോളം ഇവർ ആ പരിസരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ വീടിനെക്കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ചതിന് ശേഷമായിരിക്കും, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ അവരുടെ ഓപ്പറേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ മോഷണം നടത്തുന്നത്. വളരെയധികം പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ അവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയെന്ന് പറയാം. ഏതായാലും ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ഇവരുടെ സാന്നിധ്യം ഒടുവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മോഷണ ശ്രമമൊക്കെ നടന്നിരുന്നു മണ്ണാഞ്ചേരിയിൽ നവംബർ മാസം ആദ്യം തന്നെ. ഇപ്പോഴത്തെ പുന്നപ്രയിലും ഇവരുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും രാത്രി കാലങ്ങളിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കുറുവാ സംഘം കേരളത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.